ഹായ്, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കക്കാടംപൊയിൽ പോകട്ടോ. പ്രിയദർശിനിയിലാണ് പോകുന്നത്. സ്റ്റാൻഡിൽ നിന്ന് കയറിയോണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാളതേ പേടിച്ചിട്ട് ദിക്റൊക്കെ ചൊല്ലിട്ടാട്ടോ വരുന്നത്. രാവിലെ 8:50 സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ്സിനാട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കക്കാടംപൊയിലുള്ള കുരിശുമലയിലേക്കാട്ടോ പോകുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കക്കാടംപൊയിലെത്തി. നല്ല വിശപ്പുള്ളതുകൊണ്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോയിലാട്ടോ കുരിശുമലയിലേക്ക് പോയത്. മടിയിലിരിക്കുന്നു കുരിശുമലയിൽ നിന്ന്. ഇനി അഫീനെ പാർക്കിങ്ങോ കുരിശുമലയിൽ നിന്ന് അഫീനെ നമ്മൾ അങ്ങോട്ടേക്ക് വരികയാണ്. നെക്സ്റ്റ് മല കയറുന്നു ഗൈസ്. മൈസന്മാരൊക്കെ കൊഴിഞ്ഞ് നാളെ മുന്നിൽ കേറുവോ? ഇല്ല മോളെ കേറൂല. കുന്തി കയറ്റുന്ന റാലുവണ്ടി കിട്ടും ഒരാളി. സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. Come on, drive. ഞങ്ങൾ കുരിശുമലയിൽ കയറാനാട്ടോ നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു കുരിശുമലേനെക്കാട്ടും അടിപൊളി സ്വർഗ്ഗക്കുന്നാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, സ്വർഗ്ഗക്കുന്നിലേക്ക് അങ്ങോട്ട് കയറി. ഈ കുരിശുമലയിൽ കയറുന്ന അത്ര എളുപ്പമല്ല കേട്ടോ സ്വർഗ്ഗക്കുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൈബ് അടിച്ചങ്ങോട്ട് കയറി. കുരിശുമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കുരിശുമലയിലേക്ക് വരുന്ന കുരിശുകളാണ്. ആ മല കയറാൻ അറിയൂ റെഡി? പറന്നാണ്ട പിടിച്ചു കയറിക്കോ. ഞാൻ കേറി വാ മക്കളെ. റായി അയ്യോ ഈ സ്വർഗ്ഗക്കുന്നിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും മേലെത്തി കഴിഞ്ഞുള്ള വ്യൂ അടിപൊളിയാണ് മക്കളെ. ഞങ്ങൾ കയറിയ സമയത്ത് മഴയും കൂടെ പെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കോടയൊക്കെ ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. മേലോട്ട് കയറിയതിനെക്കാട്ടിയും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. സാഷ്ടാംഗം പ്രണവിത്തു റായിയേ. റായിയേ ഇറങ്ങി പോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ കക്കാടംപൊയിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഗലിയോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കയറിയിട്ടാട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത്. ഒരാൾ വീഡിയോ എടുക്കാൻ ഭയങ്കര അതിൻ്റെ മാന്യത തന്നൂടെ.
നമുക്കിനി ഇവിടുന്ന് നാട്ടിലേക്ക് 5:45 ബസ്സുള്ളത്. അങ്ങനെ ബസ്സൊക്കെ കയറി ഏകദേശം നാട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്.